ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെൻഡർ ഷൂട്ട് പേജ് നമ്പർ 67 ആക്ടിവിറ്റി നോക്കാം. നേച്ചർ ഈസ് ബ്യൂട്ടിഫുൾ, ബട്ട് ഇഫ് വി ഹാം നേച്ചർ ഇറ്റ് വിൽ ഷോസ് അസ് ഇറ്റ്സ് സ്കാരി ഫേസ്. പ്രകൃതി മനോഹരമാണ്, പക്ഷെ നമ്മൾ പ്രകൃതിയെ ഉപദ്രവിച്ചാൽ അത് അതിൻ്റെ ഭയാനകമായ മുഖം നമ്മളെ കാണിക്കും. ഫസ്റ്റ്, വാട്ട് ആർ ദ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ദാറ്റ് ഹാം നേച്ചർ? പ്രകൃതിയെ ദ്രോഹിക്കുന്ന മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? Deforestation and pollution are some of the human activities that harm nature. What could be the consequence? അനന്തരഫലങ്ങൾ എന്തായിരിക്കാം? Climate change and serious health issues are the major consequence. Next, here is a news report. Please read it. Floods play havoc with lives in Kerala. Thiruvananthapuram. Rainstorms and floods this past week took a toll of 200 lives so far, official stated here on Monday, giving a roundup of the havoc across. District officials said several houses collapsed and hundreds of people have been rendered homeless. Roads were flooded in low-lying areas, leading to the suspension of road traffic. Rail services to remain suspended for 2 days. Telecommunication links were snapped at many places due also to the fall of trees. The lines are being restored, officials said. അപ്പോൾ ഒരു വാർത്താ റിപ്പോർട്ടാണിത്. പ്രളയം കേരളത്തിലെ ജീവിതങ്ങളുടെ നാശം വിതയ്ക്കുന്നു. തിരുവനന്തപുരം. കഴിഞ്ഞ ആഴ്ച പെയ്ത മഴയും കൊടുങ്കാറ്റും വെള്ളപ്പൊക്കവും ഇതുവരെ 200 പേരുടെ ജീവൻ അപഹരിച്ചതായി അധികൃതർ അറിയിച്ചു. ജില്ലയിലുടനീളമുള്ള നാശത്തിന്റെ ഒരു റൗണ്ടപ്പ് നൽകി. നിരവധി വീടുകൾ തകരുകയും നൂറുകണക്കിന് ആളുകൾ ഭവനരഹിതരാകുകയും ചെയ്തതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു. താഴ്ന്ന പ്രദേശങ്ങളിൽ റോഡുകൾ വെള്ളത്തിനടിയിലായി. ഗതാഗതം തടസ്സപ്പെട്ടു. റെയിൽവേ സർവീസും 2 ദിവസത്തേക്ക് മുടങ്ങി. മരങ്ങൾ വീണതിനെ തുടർന്ന് പലയിടത്തും ടെലികമ്മ്യൂണിക്കേഷൻ ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. ലൈനുകൾ പുനഃസ്ഥാപിക്കുമെന്നാണ് അധികൃതർ പറഞ്ഞത്. ഇനി നമുക്കിതിൻ്റെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് അബൌട്ട്? പത്രവാർത്ത എന്തിനെ കുറിച്ചാണ്? The newspaper report is about the extensive damage caused by heavy rainstorms and floods in Kerala. Next, here is a collage made of new headlines. Read some of the headlines. What is the collage about? Collage എന്തിനെ കുറിച്ചാണ്? First, climate change, water pollution, children drive into hunger, 3 to വാട്ടർ ആനിമൽസ്, ഗ്ലോബൽ വാർമിംഗ്, ഡിയർ ഡെഡ്, ഓസോൺ ഹോള്, കാലാവസ്ഥാ വ്യതിയാനം, ജലമലിനീകരണം, ഓസോൺ പാളി സംരക്ഷിക്കൽ, സുനാമി, പ്ലാസ്റ്റിക്, മാനുകൾ ചത്തു, ആഗോളതാപനം, സമുദ്രനിരപ്പിൽ വർധനവ്, ഓസോൺ ദ്വാരം. പിന്നെ ഓക്കി ചുഴലിക്കാറ്റിൽ 5 മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്തി. Collect a few news headlines related to environmental issues and paste them in your notebook. To make a collage of your own, you may include pictures also to make it more colorful. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? പാരിസ്ഥിതിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ചു വാർത്താ തലക്കെട്ടുകൾ ശേഖരിച്ച് നിങ്ങളുടേതായ ഒരു കൊളാഷ് നിർമ്മിക്കുന്നതിന് അവ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഒട്ടിക്കുക. അത് കൂടുതൽ വർണ്ണാഭമാക്കാൻ നിങ്ങൾക്ക് ചിത്രങ്ങളും ഉൾപ്പെടുത്താം. ഇത് കുറച്ച് ന്യൂസ് ഹെഡ്ലൈൻസ് ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ആക്ടിവിറ്റി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് തരാനും മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.